നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആണ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ഗ്രൂപ്പ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും ലോസും, പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ്സ്. ഇത്രയാണ് ഗ്രൂപ്പ് തിയറിയിലെ മെയിനായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഒരു ഗ്രൂപ്പ് എന്നാണ് നോക്കാൻ പോകുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് അലോങ് വിത്ത് എ ലോ ഓഫ് കോമ്പിനേഷൻ. ഇതാണ് ബേസിക്കലി ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. ഈ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആകാം, ഇൻഫൈനൈറ്റ് ആകാം. അപ്പോൾ കളക്ഷൻ ഓഫ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ് വിച്ച് ഹാസ് എ ലോ ഓഫ് കോമ്പിനേഷൻ. അതായത് ഈ എലമെൻറ്റ്സ് തമ്മിൽ ഒരു ലോ ഓഫ് കോമ്പിനേഷൻ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സിനെയാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഈസ് എ സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് finite or infinite elements along with a law of combination. ഇതാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ ഗ്രൂപ്പ്സിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ആ ഗ്രൂപ്പ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനൊരു ഗ്രൂപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് എലമെൻറ്റ്സ് അലോങ് വിത്ത് എ ലോ ഓഫ് കോമ്പിനേഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടി എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രൂപ്പ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എ ബി സി ഡി ഇ എഫ് ജി, എ ബി സി ഡി ഇ എക്സെട്ര, അങ്ങനെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇ എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ്. ആ ഇനെ നമ്മൾ ഫസ്റ്റ് എഴുതുന്നു, എക്സെട്ര, ഡി ഇ എഫ് ജി എക്സെട്ര. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇനെ ഫസ്റ്റ് എഴുതിയെന്ന് നമുക്ക് പറയാം. ഇനി ലോ ഓഫ് കോമ്പിനേഷൻ, ഇവിടെ ഒരു ലോ ഓഫ് കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലോ ഓഫ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആവാം. ഇപ്പോൾ എലമെൻറ്റ്സ് കളക്ഷൻ ഓഫ് മെട്രിക്സസ് ആണെന്നുണ്ടെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആവാം, എക്സെട്ര. വേറെ ഏത് ടൈപ്പിലുള്ള ലോ ഓഫ് കോമ്പിനേഷനും ആവാം, ഓപ്പറേഷനും ആകാം. അപ്പോൾ ഇതാണ് ഗ്രൂപ്പിന് എക്സാമ്പിളും ലോ ഓഫ് കോമ്പിനേഷനും. ഇനി എ ഗ്രൂപ്പ് ഈസ് എ സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഫൈനൈറ്റ് എലമെൻറ്റ്സ് ആൻഡ് ഒബേസ് എ ലോ ഓഫ് കോമ്പിനേഷൻ സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിലെ ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലെ തന്നെ വേറൊരു എലമെൻ്റ് ആയിരിക്കണം. ഒരു ഗ്രൂപ്പിലെ രണ്ട് എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പിലെ തന്നെ ഒരു തേർഡ് എലമെൻ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൻ്റെ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. കോമ്പിനേഷൻ ഓഫ് എനി ടു elements, combination of any two elements of the group under
a given law, combination of any two elements of the group under a given law gives an element of the same group. ഇവിടെ കോമ്പിനേഷൻ ഓഫ് ടു എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡോട്ട് എന്ന് പറയുന്നത് എനി ഓപ്പറേറ്ററായിട്ട് കൺസിഡർ ചെയ്യാം. കോമ്പിനേഷൻ ഓഫ് എനി ടു എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് അണ്ടർ ഗിവൺ ലോ ഗിവ്സ് ആൻ എലമെൻറ്റ് ഓഫ് ദ സെയിം ഗ്രൂപ്പ്. ഇനി നമ്മൾ എയും ബിയും രണ്ട് എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ തന്നെ ഒരു എലമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എ ഓപ്പറേറ്റർ ബി എന്ന് പറയുന്നത് നമുക്ക് സി അല്ലെങ്കിൽ ഡി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എലമെൻറ്റ് തന്നെയാണ്. അതേസമയം എ ഓപ്പറേറ്റർ ബി എന്ന് പറയുന്നത് ഡോളർ സിമ്പിളാണ് നമുക്ക് റിസൾട്ടൻ്റ് ആൻസറായിട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12 എന്നാണ് കിട്ടുന്നത്, എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 12 എന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഈ ഫോർ ദ ടൈം ബീയിങ് ഈ ഗ്രൂപ്പിലെ എലമെൻ്റ് അല്ല, ഇതിലിപ്പോൾ ആൽഫബറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് എലമെൻസിൻ്റെ ഒരു ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ തന്നെ എലമെൻറ്റ്സ് കിട്ടണം. അത് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിനും ഒരു എലമെൻറ്റ് ഉണ്ടാകണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് ഇൻറ്റു ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. എവരി ഗ്രൂപ്പ് കൺസിസ്റ്റ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് സോ ദാറ്റ് ആൻ എലമെൻറ്റ് ഇൻറ്റു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഗീവ്സ് ദി സെയിം എലമെൻറ്റ് ഇറ്റ് സെൽഫ്. അതായത് എ നമ്മൾ കൺസിഡർ ചെയ്തു, അതേ ഇൻറ്റു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ തന്നെ കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇ നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. ദ ഗ്രൂപ്പ് കണ്ടെയ്ൻസ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് E such that A dot E is equal to E dot A is equal to A. ഇതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ എന്ന് പറയുന്നത്. ദ ഗ്രൂപ്പ് കണ്ടെയ്ൻസ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ സച്ച് ദാറ്റ് എ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇനെ ഫസ്റ്റ് എഴുതിയത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോർ എനി എലമെൻറ്റ് എ there exists an inverse. ഏതൊരു എലമെൻറ്റ് എ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു ഇൻവേഴ്സ് എലമെൻറ്റ് ഉണ്ടാകണം. സോ ദാറ്റ് എ ഇൻറ്റു ഇൻവേഴ്സ് എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് എലമെൻറ്റ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഇ. അതായത് ഇൻവേഴ്സ് എലമെൻറ്റും നമ്മൾ എടുക്കുന്ന എലമെൻറ്റും കൂടി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടണം. ഇതിനെയാണ് ഇൻവേഴ്സ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എനി എലമെൻറ്റ് എ കൺസിഡേർഡ് there exists an inverse element inverse of a inverse of a എന്ന് പറയുന്നത് x ആണ്. such that a dot x is equal to x dot a is equal to identity element. ഇതാണ് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ലോ ഓഫ് കോമ്പിനേഷൻ ഈസ് അസോസിയേറ്റീവ്. എ ഡോട്ട് ബി ഡോട്ട് സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. ഇതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് എന്ന് പറയുന്നത്. അസോസിയേറ്റീവ്. ഇനി ഇവിടെ നമ്മൾ രണ്ട് എലമെൻറ്റ്സ് എയും ബിയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എ ഡോട്ട് ബി മെ നോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ.
എയും ബിയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് നെസസറിലി കമ്മ്യൂട്ടേറ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ അഡീഷൻ വെച്ച് നോക്കാനാണെങ്കിൽ ചിലപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് നമുക്ക് വരാം. പക്ഷേ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ എന്ന് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അഡീഷൻ മേ ബി കമ്മ്യൂട്ടേറ്റീവ് ബട്ട് മൾട്ടിപ്ലിക്കേഷൻ നോട്ട് നെസസറിലി കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ നമ്മളിവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ മാത്രമേ ഗ്രൂപ്പ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയുന്നുള്ളൂ. ദ എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് മസ്റ്റ് ബി അസോസിയേറ്റീവ്. ഇനി ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് gives order ഓഫ് ദി ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ഈസ് എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. സെറ്റ് ഓഫ് എന്ത് എലമെൻറ്റ്സ്, എന്ത് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ്? ഡിസ്റ്റിങ്ക്റ്റ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് എലമെൻറ്റ്സ്. അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആകാം, ഇപ്പോൾ 10 നമ്പേഴ്സും ആകാം, n നമ്പേഴ്സ് ഇൻഫിനിറ്റി നമ്പേഴ്സും ആകാം. ഇനി അവയ്ക്ക് ഒരു ലോ ഓഫ് കോമ്പിനേഷൻ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഓപ്പറേറ്റർ, ഇറ്റ് കണ്ടെയ്ൻസ് എനി ഓപ്പറേഷൻ, അത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആവാം. അപ്പോൾ എ ഗ്രൂപ്പ് ഈസ് എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഹാവിങ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് അലോങ് വിത്ത് എ ലോ ഓഫ് കോമ്പിനേഷൻ ആൻഡ് സാറ്റിസ്ഫൈസ് മെയിൻലി 4 പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ്? കോമ്പിനേഷൻ ഗീവ്സ് എ തേർഡ് എലമെൻറ്റ് ഓഫ് ദ സെയിം ഗ്രൂപ്പ്, ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, it contains an inverse element and the law of combination is associative. ഇത്രയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് ഓർഡർ തരും ഒരു ഗ്രൂപ്പിൻ്റെ. the product of group elements, the product of group elements are not necessarily commutative. The product of group elements are not necessarily commutative. അതായത് എ ബി എന്ന് പറയുന്നത് നോട്ട് ഈസ് ഈക്വൽ ടു ബി എ. ഇനി ഇഫ് ദ എലമെൻറ്റ്സ് commute, the product of group elements are not necessarily commutative. If the elements commute, it is said to be an abelian group. If the elements commute, it is said to be an abelian group. അപ്പോൾ എന്താണ് ഒരു അബിലിയൻ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദ പ്രോഡക്റ്റ് ഓഫ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ നോട്ട് നെസസറിലി കമ്മ്യൂട്ടേറ്റീവ്. ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആകണമെന്നില്ല. ഇനി എങ്ങാനും ആ എലമെൻറ്റ്സ്, ദ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് ആർ കമ്മ്യൂട്ടേറ്റീവ്, ദെൻ ഇറ്റ് ഈസ്, ഇഫ് ദ എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആർ കമ്മ്യൂട്ടേറ്റീവ്, ഇറ്റ് ഈസ് കാൾഡ് ആൻ അബിലിയൻ ഗ്രൂപ്പ്. ഇനി എന്താണ് ജനറേറ്റർ ഓഫ് എ ഗ്രൂപ്പ്? The smallest element ഒരു ഗ്രൂപ്പിലെ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് which is capable of reproducing all the other elements of a group is called generator of the group. The smallest element of the set which is capable of generating all other elements of the group is called generator of the group.
ഇതാണ് ജനറേറ്റർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദ സ്മാളസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ സെറ്റ് കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് ആൾ അതർ എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ്. ഇറ്റ് ഈസ് കോൾഡ് ജനറേറ്റർ ഓഫ് എ ഗ്രൂപ്പ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഅറേഞ്ച്മെൻറ്റ് തിയറമാണ്. ഈ ഒരു തിയറം ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തിയറമാണ്. റീഅറേഞ്ച്മെൻറ്റ് തിയറം. റീഅറേഞ്ച്മെൻറ്റ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ എലമെൻസിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ആ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസിൽ ഈച്ച് ഓഫ് ദ എലമെൻറ്റ്സ് അപ്പിയർ ഓൺലി വൺസ് ഇൻ എ റോ ഓർ എ കോളം. ഓരോ റോയും അല്ലെങ്കിൽ ഓരോ കോളവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈച്ച് എലമെൻറ്റ് അപ്പിയേഴ്സ് ഓൺലി വൺസ്. ഇപ്പോൾ ഒരു കോളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എന്ന് പറയുമ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ്. അതിൽ ഓരോന്നിലും ഒരു എലമെൻറ്റ് എ എന്ന് പറയുന്ന എലമെൻറ്റ് ഒരു കോളത്തിൽ ഒരു പ്രാവശ്യമേ കാണത്തുള്ളൂ. സെക്കൻഡ് കോളത്തിൽ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഒരു പ്രാവശ്യമേ കാണത്തുള്ളൂ. തേർഡിലും ഒരു പ്രാവശ്യമേ കാണത്തുള്ളൂ. അതേപോലെ തന്നെ ഒരു റോ എടുത്തു കഴിഞ്ഞാലും എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഒരു പ്രാവശ്യമേ കാണത്തുള്ളൂ. ബി എന്ന് പറയുന്ന എലമെൻറ്റ് ഒരു പ്രാവശ്യമേ കാണത്തുള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു പ്രോപ്പർട്ടിയാണ് റീഅറേഞ്ച്മെൻറ്റ് തിയറം നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രൂപ്പാണ്. സോ ദ റീഅറേഞ്ച്മെൻറ്റ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the theorem states that in an arrangement of elements in a group multiplication table, each element of the group appears only once. In every row or column. The theorem states that in an arrangement of elements in a group multiplication table, each element of the group appears only once in every row or column. അതായത് സിഗ്മ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഓഫ് എ ബി. The theorem states that in an arrangement of elements in a group multiplication table, each element of the group appears only once in every row or column. Sigma f of a is equal to sigma ab. ഇതാണ് റീഅറേഞ്ച്മെൻറ്റ് തിയറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്. സബ് ഗ്രൂപ്പ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് which itself forms a group is called subgroup. A set of elements of a group which itself forms a group is called a subgroup. A set of elements of a group which itself forms a group is called a subgroup. All elements of the group are contained in the main group. All elements of the subgroup
are contained in the main group. അപ്പോൾ എന്താണ് ഒരു സബ് ഗ്രൂപ്പ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദി ഗ്രൂപ്പ് വിച്ച് ഇറ്റ്സെൽഫ് ഫോംസ് അനദർ ഗ്രൂപ്പ് ഈസ് കാൾഡ് സബ് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലെ തന്നെ കുറച്ച് എലമെൻറ്റ്സ് വേറൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഒരു സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ സബ് ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റ്സും മെയിൻ ഗ്രൂപ്പിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇനി എ സബ് ഗ്രൂപ്പ് follows same laws as that of the main group. A subgroup follows the same law for the main group. A subgroup follows the same laws as that of the main group. ഇനി ഓരോ ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇനി എവരി ഗ്രൂപ്പ് കണ്ടെയ്ൻസ് 2 ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ്. എവരി ഗ്രൂപ്പ് കണ്ടെയ്ൻസ് 2 ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉള്ളി. പിന്നെ ദി എൻറ്റയർ ഗ്രൂപ്പ്. അപ്പോൾ എവരി ഗ്രൂപ്പ് കണ്ടെയ്ൻസ് 2 ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉള്ളി ദ എൻറ്റയർ ഗ്രൂപ്പ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമുള്ള ഒരു സബ് ഗ്രൂപ്പും ഉണ്ടാവും, എൻറ്റയർ ഗ്രൂപ്പ് ഉള്ള ഒരു സബ് ഗ്രൂപ്പും ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ഈ 2 സബ് ഗ്രൂപ്പും ഇംപ്രോപ്പറാണ്. both these trivial groups are called improper groups. ഇനി ഇംപ്രോപ്പർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഇംപ്രോപ്പർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോപ്പർ ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പ് പ്രോപ്പർ ആകുന്നത് എപ്പോഴാണ്? എ ഗ്രൂപ്പ് ഈസ് സെഡ് ടു ബി പ്രോപ്പർ ഇഫ് സബ് ഗ്രൂപ്പ് എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു മെയിൻ ഗ്രൂപ്പ് ജി. സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എച്ച് ആണെങ്കിൽ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നോട്ട് ഈസ് ഈക്വൽ ടു മെയിൻ ഗ്രൂപ്പ് ആൻഡ് സബ് ഗ്രൂപ്പ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അങ്ങനെയാണെങ്കിലാണ് ഒരു ഗ്രൂപ്പ് പ്രോപ്പർ ആകുന്നത്. അതായത് പ്രോപ്പർ ആകുന്നത് എപ്പോഴാണ്? സബ് ഗ്രൂപ്പ് മെയിൻ ഗ്രൂപ്പുമായിട്ട് ഈക്വലും ആകാൻ പാടില്ല, സബ് ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആകാനും പാടില്ല. അപ്പോൾ ട്രിവിയൽ ഗ്രൂപ്പ്സിൻ്റെ കേസിൽ എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ട്, അത് എൻറ്റയർ ഗ്രൂപ്പുമായിട്ട് ഈക്വലുമാണ്. അപ്പോൾ അത് നോട്ട് പ്രോപ്പറാണ് അല്ലെങ്കിൽ ഇംപ്രോപ്പറാണ്. പ്രോപ്പർ എന്ന് പറയുന്നത് മെയിൻ ഗ്രൂപ്പുമായിട്ട് ഈക്വൽ ആകാൻ പാടില്ല, ഐഡൻറ്റിറ്റി ഒരു എലമെൻറ്റ് ആകാനും പാടില്ല. ഇത്രയാണ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ എന്താണ് ഒരു സൈക്ലിക് ഗ്രൂപ്പ് എന്നാണ് നോക്കാൻ പോകുന്നത്. സൈക്ലിക് ഗ്രൂപ്പ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എയുടെ പവേഴ്സാണ് എല്ലാം. അതായത് എ
എ സ്ക്വയർ, എ ക്യൂബ്, എ റൈസ് ടു 4 ഇങ്ങനത്തെ എലമെൻറ്റ്സ് ആണ് ഒരു ഗ്രൂപ്പിൽ കൺസിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രൂപ്പിനെയാണ് നമ്മളൊരു സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇഫ് വി കൺസിഡർ ആൻ എലമെൻറ്റ് എ, then if a group consists all the powers of the element A, then such a group is called a cyclic group. Let A be an element of a group G, then all powers of A, that is a square, a cube, a raised to 4 etc. exist in G. ഇനി the group a square, a cube, a raised to 4 etc. has the property that each element is some power of one particular element. Such a group is called a cyclic group. The group a square, a cube, a raised to 4 etc. has the property that each element is some power of one particular element. Such a group is called a cyclic group. Or the group generated by a single element is called a cyclic group. The group generated by a single element is called a cyclic group. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലെ എലമെൻ്റ് ആണെങ്കിൽ എയുടെ എല്ലാ പവറും ആ ഗ്രൂപ്പിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? എല്ലാ എലമെൻറ്റ്സും ഒരു എലമെൻറ്റിൻ്റെ പവറാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഗ്രൂപ്പിനെയാണ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ എൻറ്റയർ ഗ്രൂപ്പ് ഒരു സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഗ്രൂപ്പിനെയാണ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ലഗ്രാഞ്ചസ് തിയറം ഫോർ ഫൈനൈറ്റ് ഗ്രൂപ്പ്. ലഗ്രാഞ്ചസ് തിയറം ഫോർ ഫൈനൈറ്റ് ഗ്രൂപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്രൂപ്പ് ജി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓർഡർ സ്മോൾ ജി ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരു മെയിൻ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അതിൻ്റെ സബ് ഗ്രൂപ്പിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതാണ് ലഗ്രാഞ്ചസ് തിയറം ഫോർ ഫൈനൈറ്റ് ഗ്രൂപ്പ് പറയുന്നത്. ദ ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് is an integral multiple of the order of its subgroup.
the order of the group is an integral multiple of order of its subgroup. ഇതാണ് ലഗ്രാഞ്ചസ് തിയറം ഫോർ ഫൈനൈറ്റ് ഗ്രൂപ്പ് പറയുന്നത്. ഇവിടെ മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജി ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ജി ആണ്, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സ്മോൾ ജി ആണെങ്കിൽ, സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എച്ച് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സ്മോൾ എച്ച്. അങ്ങനെയാണെങ്കിൽ സ്മോൾ ജി എന്ന് പറയുന്നത് എം ഇൻറ്റു എച്ച്. സ്മോൾ ജി എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച്, വേർ എം ഈസ് ഇൻഡെക്സ് ഓഫ് സബ് ഗ്രൂപ്പ്. എം എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പിൻ്റെ ഇൻഡെക്സ് ആണ്, നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ആണ് എം എന്ന് പറയുന്നത്. അപ്പോൾ ലഗ്രാഞ്ചസ് തിയറം പറയുന്നത് ദ ഓർഡർ ഓഫ് ദ മെയിൻ ഗ്രൂപ്പ് ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് സബ് ഗ്രൂപ്പ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഐസോമോർഫിസം. ഇപ്പോൾ ഐസോമോർഫിസം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ഗ്രൂപ്പ് ജിയും ജി ഡാഷും കൺസിഡർ ചെയ്യാം. ജിയുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇ, എ, ബി, സി, ഡി എക്സെട്ര. ജി ഡാഷിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇ ഡാഷ്, എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ് എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈക്വലാണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ എലമെൻറ്റ്സ് തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് എക്സിസ്റ്റ് ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ രണ്ട് ഗ്രൂപ്പ് കൺസിഡർ ചെയ്ത് ജിയും ജി ഡാഷും, ഇതിലെ എലമെൻറ്റ്സ് തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് എക്സിസ്റ്റ് ചെയ്യുകയും ഇവയുടെ പ്രോഡക്ട്സ്, അതായത് ഈ ഓരോ ഗ്രൂപ്പിലെ രണ്ട് എലമെൻറ്റ്സിൻ്റെ പ്രോഡക്ട്സും ഇപ്പുറത്തെ ഗ്രൂപ്പിൻ്റെ രണ്ട് എലമെൻറ്റ്സിൻ്റെ പ്രോഡക്ട്സും തമ്മിൽ കറസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഐസോമോർഫിസം എന്ന് പറയുന്നത്. Two groups are said to be isomorphic if there exists a unique 1-to-1 correspondence between elements and the product corresponds to products. ഇതാണ് ഐസോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Two groups G is equal to E, A, B, C etc. and G dash is equal to E dash, A dash, B dash, C dash etc. both of same order. G are isomorphic if there exists a unique 1-to-1 correspondence between elements such that product corresponds to product elements, such that product corresponds to product. Two groups G and G dash, both of same order G, are isomorphic if there exists a unique 1-to-1 correspondence between elements such that product corresponds to product. ഇനി അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് the 1-to-1 correspondence is given by A dash,
B corresponding to B dash. This symbol gives a corresponding relation between B and B dash. C dash, etc. Then AB, ഇപ്പോൾ ഐസോമോർഫിസം പറയുന്നത് എന്താണ്? ഈ ഓരോ എലമെൻറ്റ്സ് തമ്മിൽ ഒരു കറസ്പോണ്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് എലമെൻറ്റ്സ് തമ്മിലും ഒരു റിലേഷൻ, ഒരു കറസ്പോണ്ടൻസ് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഓഫ് എലമെൻ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ജിയിൽ എ ബി എന്ന് പറയുന്നത് സി ആൻഡ് then A dash B dash is equal to C dash. ഇതാണ് പ്രോഡക്റ്റ് തമ്മിലുള്ള കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസോമോർഫിസം പറയുന്നത് എന്താണ്? എയും എ ഡാഷും ബിയും ബി ഡാഷും സിയും സി ഡാഷും തമ്മിൽ കറസ്പോണ്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു സിയും എ ഡാഷ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു സി ഡാഷ് തമ്മിലും പ്രോഡക്ട്സ് തമ്മിലും കറസ്പോണ്ടൻസ് എക്സിസ്റ്റ് ചെയ്യും. ഇനി ഈ രണ്ട് ഗ്രൂപ്പ്സിലും ജിക്കും ജി ഡാഷിലും ടു ഐസോമോർഫിക് ഗ്രൂപ്പ്സ് ഹാവ് സിമിലർ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് സെയിം സ്ട്രക്ചർ. ടു ഐസോമോർഫിക് ഗ്രൂപ്പ്സ് ജി ആൻഡ് ജി ഡാഷ് ഹാവ് സിമിലർ മൾട്ടിപ്ലിക്കേഷൻ tables. The group table of G dash can be obtained from G by replacing elements. 2 every group is isomorphic to itself. Every group is isomorphic to itself. Our two isomorphic groups have similar group multiplication tables of same structure. Group multiplication table of G dash can be obtained from G by replacing elements. Elements are merely labeled different. Every group is isomorphic to itself. അപ്പോൾ അത്രയാണ് ഐസോമോർഫിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കുള്ളത് ഹോമോമോർഫിസമാണ്. അപ്പോൾ ഹോമോമോർഫിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഐസോമോർഫിസം പോലെ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ കറസ്പോണ്ടൻസ് 1:1 അല്ല, ബട്ട് മെനി ടു 1 ആണ്. ഇറ്റ് റിസംബിൾസ് ഐസോമോർഫിസം എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് കറസ്പോണ്ടൻസ് ഈസ് നോട്ട് 1:1 ബട്ട് മെനി ടു 1. ഇനി നമുക്ക് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാനാണെങ്കിൽ എച്ചും ജിയും എന്ന് പറയുന്ന ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എച്ച് ഈസ് ഈക്വൽ ടു ഇ എ ബി സി, ഓർഡർ എന്ന് പറയുന്നത് ജി ആണ്. ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇ എന്ന് പറയുന്ന എലമെൻസിന് എൻ എലമെൻറ്റ്സ് ഉണ്ട്. അതായത് E1 E2 എക്സെട്ര EN, A1 A2 എക്സെട്ര AN, B1 B2 എക്സെട്ര BN, C1 C2 എക്സെട്ര CN ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് NG ആണ്. ഇനി ഇവിടെ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് നമുക്ക് ജി എലമെൻറ്റ്സ് ഉള്ള എൻ സെറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇ എന്ന് പറയുന്ന എലമെൻസിന് എൻ എലമെൻ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന എലമെൻസിനും എൻ ഉണ്ട്, ബി എന്ന് പറയുന്ന എലമെൻസിനും എൻ നമ്പേഴ്സ് ഉണ്ട്, സിക്കും എൻ ഉണ്ട്. അങ്ങനെ ജി സെറ്റ്സ് ഉണ്ട്. അപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ജി സെറ്റ്സ് ഓഫ് കണ്ടെയ്നിങ് എൻ എലമെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ജി എന്ന് പറയുന്നത് എച്ചിന് ഹോമോമോർഫിക് ആണ് only if the following conditions are satisfied. G is homomorphic to H only if only one element of H corresponds to every element on G. G is homomorphic to H only if one element corresponds to every element on G. At least one element. ഈ ജിയിലെ ഏതെങ്കിലും ഒരു എലമെൻ്റ് എങ്കിലും എച്ചിലെ ഓരോ എലമെൻറ്റിന് കറസ്പോണ്ട് ചെയ്യണം. ആദ്യം പറഞ്ഞ പോയിൻ്റ് എന്ന് വെച്ചാൽ എച്ചിലെ ഓരോ എലമെൻറ്റും ജിയിലെ എല്ലാ എലമെൻസുമായിട്ട് കറസ്പോണ്ട് ചെയ്യണം. ഈ എച്ചിലെ ഒരു എലമെൻറ്റ് ജിയിലെ ഒരു സെറ്റിലെ എല്ലാ എലമെൻസുമായിട്ട് കറസ്പോണ്ട് ചെയ്യണം. അത് ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ജിയിലെ ഒരു സെറ്റിലെ ഒരു എലമെൻ്റ് എങ്കിലും എച്ചിലെ എലമെൻറ്റുമായിട്ട് കറസ്പോണ്ട് ചെയ്യണം. ജിയിലെ ഒരു സെറ്റിലെ ഒരു എലമെൻ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് വൺ എലമെൻറ്റ് ഓഫ് ജി കറസ്പോണ്ട്സ് ടു എവരി എലമെൻറ്റ് ഓൺ എച്ച്. അറ്റ്ലീസ്റ്റ് വൺ എലമെൻറ്റ് ഓഫ് ജി കറസ്പോണ്ട്സ് ടു എവരി എലമെൻറ്റ് ഓൺ എച്ച്. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത് സി ആണെങ്കിൽ എച്ചിലെ, അങ്ങനെയാണെങ്കിൽ എ ഐ ബി ഐ എന്ന് പറയുന്നത് സി ഐ ആണ് ജിയിൽ.
ഇതാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ജി എന്ന് പറയുന്നത് എച്ചിന് ഹോമോമോർഫിക് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ദ റിസൾട്ട്. ഇഫ് ജി ഈസ് ഹോമോമോർഫിക് ടു എച്ച് വി ഹാവ് ദ റിസൾട്ട്. ഇപ്പം ഈ ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് E1 നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ E1 ഓഫ് ജി കറസ്പോണ്ട്സ് ടു ഇ ഓഫ് എച്ച്. എപ്പോൾ ജി എന്ന് പറയുന്നത് എച്ചിന് ഐസോമോർഫിക് ആണെങ്കിൽ, ഇവിടെ നമ്മൾ പറഞ്ഞത് ജിക്ക് ജി എച്ചിന് ഐസോമോർഫിക് ആകാനുള്ള കണ്ടീഷനാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജി എച്ചിന് ഐസോമോർഫിക് ആണെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ടിനെ കുറിച്ചാണ്. സെക്കൻഡ് എന്ന് പറയുന്ന റിസൾട്ട്, അതിന് മുമ്പ് നമുക്ക് ഈ ഐഡൻറ്റിറ്റിയുടെ എക്സ്പ്രഷൻ പറയുമ്പോൾ E1 ഡോട്ട് E1 ഈസ് ഈക്വൽ ടു ഇ ഗീവ്സ് ഇ ഡോട്ട് ഇ ഈക്വൽ ടു ഇ. E1 ഡോട്ട് E1 എന്ന് പറയുന്നത് ഇ ആണെങ്കിൽ ഇ ഡോട്ട് ഇ എന്ന് പറയുന്നത് ഇ ആണ്. ജിയിലെ ഇ ഐ എന്ന് പറയുന്ന സെറ്റ്, ദ സെറ്റ് ഇ ഐ ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇ ഐ എന്ന് പറയുന്ന സെറ്റ് ജിയിലെ ഒരു നോർമൽ സബ് ഗ്രൂപ്പാണ്. ദ ഗ്രൂപ്പ് എച്ച് ഈസ് ഐസോമോർഫിക് ടു ഫാക്ടർ ഗ്രൂപ്പ് ഓഫ് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഇ ഐ. ഗ്രൂപ്പ് എച്ച് എന്ന് പറയുന്നത് ഇ ഐയുടെ ഫാക്ടർ ഗ്രൂപ്പിന് ഐസോമോർഫിക്കാണ്. ഗ്രൂപ്പ് എച്ച് എന്ന് പറയുന്നത് ഇ ഐയുടെ ഫാക്ടർ ഗ്രൂപ്പിന് ഐസോമോർഫിക്കാണ്. ദ ഗ്രൂപ്പ് എച്ച് ഈസ് ഐസോമോർഫിക് ടു ഫാക്ടർ ഗ്രൂപ്പ് ഓഫ് ഇ ഐ. ഇ ഐ എന്ന് പറയുന്നത് നോർമൽ സബ് ഗ്രൂപ്പാണ്. ദ ഗ്രൂപ്പ് എച്ച് ഈസ് ഐസോമോർഫിക് ടു ഫാക്ടർ ഗ്രൂപ്പ്. ഗ്രൂപ്പ് എച്ച് ഈസ് ഐസോമോർഫിക് ടു ഫാക്ടർ ഗ്രൂപ്പ് ഓഫ് ഇ ഐ. ഇത്രയാണ് നമുക്ക് ഗ്രൂപ്പ് തിയറീനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഗ്രൂപ്പ് തിയറിയിലെ ഫസ്റ്റ് പോർഷൻ.